Hello dear friends, this video we can discuss some important anatomy points from central nervous system. Central nervous system എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ PSC അതുപോലെ തന്നെ ഗവൺമെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തിയറി മിക്സ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇനി മുതൽ സ്റ്റാഫ് നേഴ്സിന്റെ വീഡിയോകളായിരിക്കും ഡെയിലി ഉണ്ടാകുന്നത്. JPHന്റെ എക്സാം കഴിഞ്ഞതിനാൽ ഇനി സ്റ്റാഫ് നേഴ്സിന്റെ വീഡിയോകൾ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ, സ്റ്റാഫ് നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. സെൻട്രൽ നെർവസ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ആദ്യം സെൻട്രൽ നെർവസ് സിസ്റ്റം തുടങ്ങാം. അപ്പം നെർവസ് സിസ്റ്റം ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അത് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. Nervous system divided into two, central nervous system and peripheral nervous system. So central nervous system again divided into brain and spinal cord. Central nervous system രണ്ടായിട്ട് തിരിക്കുന്നു, brain and spinal cord. Peripheral nervous system again divided into two part, that is somatic nervous system and autonomic nervous system. Peripheral nervous system again divided രണ്ടായിട്ട് തിരിക്കുന്നു, peripheral nervous system രണ്ടായി തിരിക്കുന്നു, സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തെ നമുക്ക് വോളണ്ടറി നെർവസ് സിസ്റ്റം എന്ന് പറയാം. സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് വോളണ്ടറി നെർവസ് സിസ്റ്റം. കാരണം സൊമാറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് ദാഹം വന്നു, ഇപ്പൊ നമുക്ക് സെൻസ് ചെയ്തു, വി ആർ സെൻസിങ് ആൻഡ് വി ആർ ഡൂയിങ്. അതായത് നമുക്ക് സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. നമുക്കൊരു പെട്ടെന്നൊരു ദാഹം വന്ന് നമ്മൾ വെള്ളം എടുത്ത് കുടിച്ചു. അപ്പം നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നു, ഇരിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, അതുപോലെ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പഠിക്കുന്നു. ഇപ്പം നിങ്ങൾ പഠിക്കുന്നു, ഇത് കേട്ട് പഠിക്കുന്നു, അതെല്ലാം നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് വോളണ്ടറി നെർവസ് സിസ്റ്റം. നമ്മൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്, the other name of somatic nervous system is called voluntary nervous system. മറക്കരുത്, സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് വോളണ്ടറി നെർവസ് സിസ്റ്റം. ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മളിപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ടെൻഷൻ വരികയാണ്, ഹാർട്ട് റേറ്റ് കൂടുന്നു, അതുപോലെ നമ്മൾ തുമ്മുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അതർവൈസ് കോൾഡ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. അപ്പം ഈ ഒരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. അതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ വേറൊരു പേരാണ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. ഈ ഒരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. അതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. അപ്പം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺ ഡെവലപ്പ് ചെയ്യുന്നു. നമുക്കൊരു പെട്ടെന്നൊരു ടെൻഷൻ വന്നു, ഹാർട്ട് റേറ്റ് കൂടി, പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് നമുക്ക് അറിയാതെ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാകാതിരിക്കാം എന്നൊക്കെ. പക്ഷെ നമ്മൾ എന്നാലും ആ സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമുക്ക് ഫ്ലഷിങ് വരും, നെഞ്ചിടിപ്പ് വല്ലാണ്ട് കൂടും, പേടി വല്ലാണ്ട് തോന്നും. ഇതൊക്കെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് മൂലമാണ്. അപ്പം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഈസ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹാർട്ട് റേറ്റ് കൂടുന്നു, അതുപോലെ നെഞ്ചിടിപ്പ് കൂടുന്നു, നമ്മുടെ ഫ്ലഷിങ് കൂടുന്നു, അതൊക്കെ കുറയുന്നൊരവസ്ഥയാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പാരാസിമ്പത്തറ്റിക് അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സിമ്പത്തറ്റിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാരാസിമ്പത്തറ്റിക്. അപ്പൊ സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്നു, മറ്റത് കുറയുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സിസ്റ്റം, ജനറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് നമ്മൾ ചോദിക്കാറുണ്ട്. ഇതിന്റെ ഇപ്പം നമ്മൾ പഠിക്കേണ്ടുന്ന ഈ ഒരു പോയിന്റ്സുകളും പഠിച്ചു വെക്കുക. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. അപ്പം ഇൻവോളണ്ടറി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് അഗൈൻ ഡിവൈഡഡ് ഇൻടു പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നിങ്ങൾക്ക് ഇത് വീണ്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുക. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം. നമ്മുടെ ബ്രെയിൻ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊണ്ട് ബ്രെയിനും സ്പൈനൽ കോഡും പൊതിഞ്ഞിരിക്കുകയാണ്. ദാറ്റ് ലെയർ ഈസ് കോൾഡ് മെനിഞ്ചസ്. Meninges is the layer that protects our brain and spinal cord.
മെനിഞ്ചസ് ഈസ് ദ ലെയർ ദാറ്റ് പ്രൊട്ടക്ട്സ് അവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പം ഈ ഒരു മെയിനായിട്ട് നെർവസ് സിസ്റ്റവും കാർഡിയോവാസ്കുലർ സിസ്റ്റവും നമുക്കിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്, കാരണം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പം ആ മെനിഞ്ചസ് എന്നുള്ള ലെയറിനെ വീണ്ടും കുറെ മാറ്ററുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. 3 മാറ്ററുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. മെനിഞ്ചസിനെ അഗൈൻ ഡിവൈഡഡ് ഇൻടു പരാമാറ്റർ, അരക്നോയിഡ് മാറ്റർ ആൻഡ് ഡ്യൂര മാറ്റർ. മെനിഞ്ചസ് ലെയർ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും പൊതിഞ്ഞിരിക്കുന്നതാണ്. In that meningeus layer again divided into 3, that is dura matter, arachnoid matter and pia matter. Dura matter, arachnoid matter and pia matter. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ നമുക്ക് പാഡ് എന്നുള്ള ഒരു രീതിയിൽ പഠിക്കാം, അതായത് പാഡ് എന്നുള്ള ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ഇതിന്റെ പയാ മാറ്റർ എന്നുള്ളത് ഏറ്റവും ഉള്ളിലുള്ളതാണ്, അതായത് നമ്മുടെ മെനിഞ്ചസ് ലെയറിന്റെ ഉള്ളിലുള്ള ലെയറാണ് പയാ മാറ്റർ. അരക്നോയിഡ് മാറ്റർ ആണ് മിഡിൽ ലെയർ. ഡ്യൂര മാറ്റർ ആണ് ഫസ്റ്റ് ലെയർ. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വാട്ട് ഈസ് ദ ഇന്നർ ലെയർ ഓഫ് ദ മെനിഞ്ചസ്? ദറ്റ് ഈസ് പയാ മാറ്റർ. മിഡിൽ ലെയർ അരക്നോയിഡ് മാറ്റർ ആൻഡ് ഡ്യൂര മാറ്റർ ഈസ് ദ ഔട്ടർ ലെയർ. പാഡ് എന്നുള്ള ഒരു കോഡ് പഠിച്ചു വെക്കുക. അപ്പം അരക്നോയിഡ് മാറ്റർ ആണ് മിഡിൽ ലെയർ. സ്പൈഡർ വെബ് അപ്പിയറൻസ് യു ക്യാൻ സീൻ ഇൻ അരക്നോയിഡ് മാറ്റർ. സോ അതർ ക്വസ്റ്റ്യൻ, സ്പൈഡർ വെബ് അപ്പിയറൻസ് ആണ് അരക്നോയിഡ് മാറ്ററിൽ കാണുന്നത്. ഏത് അപ്പിയറൻസ് ആണ് കാണുന്നത്? സ്പൈഡർ വെബ് അപ്പിയറൻസ് ആണ് അരക്നോയിഡ് മാറ്ററിൽ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്പൈഡർ വെബ് അപ്പിയറൻസിനെ കുറിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ അരക്നോയിഡ് മാറ്ററിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പേസ് ബിറ്റ്വീൻ ഡ്യൂര മാറ്റർ ആൻഡ് അരക്നോയിഡ് മാറ്റർ ഈസ് കോൾഡ് subdural space. The space between dura matter and arachnoid matter is called subdural space. ഡ്യൂര മാറ്ററിന്റെയും അരക്നോയിഡ് മാറ്ററിന്റെയും ഇടയിലുള്ള സ്പേസ് ആണ് സബ്ഡ്യൂറൽ സ്പേസ്. അത് മറക്കരുത്. ദ സ്പേസ് ബിറ്റ്വീൻ അരക്നോയിഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ ഈസ് കാൾഡ് സബരക്നോയിഡ് സ്പേസ്. ദ സ്പേസ് ബിറ്റ്വീൻ അരക്നോയിഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ ഈസ് കാൾഡ് സബരക്നോയിഡ് സ്പേസ്. ദ സബരക്നോയിഡ് മാറ്ററിന്റെയും പയാ മാറ്ററിന്റെയും ഇടയിലുള്ള സ്പേസ് ആണ് സബരക്നോയിഡ് സ്പേസ്. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ദ CSF absorption take place in the subarachnoid space. CSF absorption take place in the subarachnoid space. Cerebrospinal fluidന്റെ അബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലമാണ്, സ്പേസ് ആണ് സബരക്നോയിഡ് സ്പേസ്. ഇതെല്ലാം പഠിച്ചു വെക്കുക. വീഡിയോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒന്ന് പോസ് ചെയ്തിട്ടൊക്കെ കാണാവുന്നതാണ്. ദ സ്പേസ് ബിറ്റ്വീൻ സബ്ഡ്യൂറൽ മാറ്റർ ആൻഡ് പയാ മാറ്റർ ഈസ് കാൾഡ് സബരക്നോയിഡ് സ്പേസ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ പയാ മാറ്റർ 3 മാറ്റർ പഠിച്ചു, മെനിഞ്ചസിനെ പറ്റി പഠിച്ചു, ഈ ഒരു സ്പേസിനെ പറ്റി പഠിച്ചു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറ്. നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ധാരാളം ഫോൾഡിങ്സ് കാണാം. ഈ ഫോൾഡിങ്സിന്റെ പേരാണ് ഗൈറ. അപ്പം ദ ഫോൾഡിങ്സ് സിറ്റുവേറ്റഡ് ഇൻ എൻറ്റയർ ബ്രെയിൻ ഈസ് കോൾഡ് ഗൈറ. GYRA. ദ ഫോൾഡിങ് സിറ്റുവേറ്റഡ് ഇൻ എൻറ്റയർ ബ്രെയിൻ, സെറിബ്രൽ ഏരിയയിലും ഒക്കെ കാണുന്നതാണ് ഗൈറ, GYRA. ദെൻ സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഇൻ അവർ ബ്രെയിൻ. സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഇൻ അവർ ബ്രെയിൻ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ സെറിബ്രം ലാർജസ്റ്റ് പാർട്ടാണ്. അപ്പൊ നമ്മുടെ ലോബ്സ്, ഇപ്പൊ 4 ലോബുകൾ ഉണ്ടെന്ന് അറിയാം. ഓക്സിപിറ്റൽ, ഫ്രോണ്ടൽ, പറൈറ്റൽ, ടെമ്പോറൽ. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഓക്സിപിറ്റൽ, ഫ്രോണ്ടൽ, പറൈറ്റൽ, ടെമ്പോറൽ. ഈ 4 ലോബുകളും സെറിബ്രം ഏരിയയിലാണ് കാണപ്പെടുന്നത്. സെറിബ്രം ആണ് നമ്മുടെ കോൺഷ്യസ് ആക്ടിവിറ്റീസ്, നമ്മൾ തിങ്കിങ്, മെമ്മറി, അതുപോലെ നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്നതാണ് നമ്മുടെ സെറിബ്രം. തിങ്കിങ്, നമ്മുടെ കോൺഷ്യസ് ആക്ടിവിറ്റീസിനെ, ഇതിനെ നമ്മുടെ സെറിബ്രത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സ് വിൽ ഹെൽപ്പ് ദ സെറിബ്രം ടു ഡു കോൺഷ്യസ് ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ നടക്കുന്നു, അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, നമ്മൾ ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറിബ്രമാണ് മാനേജ് ചെയ്യുന്നത്. സെറിബെല്ലം ഈസ് കൺട്രോൾഡ് ബൈ നമ്മുടെ മൂവ്മെന്റ്, ബാലൻസ്, ഇക്വിലിബ്രിയം, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബെല്ലം. സെറിബെല്ലം ഈസ് കൺട്രോൾഡ് ബൈ മൂവ്മെന്റ്, ബാലൻസ്, പോസ്ചർ ആൻഡ് ഇക്വിലിബ്രിയം. സെറിബെല്ലം കൺട്രോൾഡ് ബൈ
മൂവ്മെന്റ്, ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം. സെറിബെല്ലം കൺട്രോൾഡ് ബൈ മൂവ്മെന്റ്, ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം. സെറിബ്രം കൺട്രോൾഡ് ബൈ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ലൈക്ക് മെമ്മറി, മോട്ടോർ ആക്ടിവിറ്റീസ്, തിങ്കിങ്, കാൽക്കുലേഷൻ. അപ്പോൾ സെറിബ്രം കൺട്രോൾഡ് ബൈ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ലൈക്ക് മെമ്മറി, തിങ്കിങ്, ബാലൻസ് അല്ല, മെമ്മറി, തിങ്കിങ്, കാൽക്കുലേഷൻ ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ്. നമുക്ക് then the structure between cerebrum and cerebellum is called tendorium cerebellae. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The structure between cerebrum and cerebellum is called tendorium cerebellae. സെറിബ്രത്തിന്റെയും സെറിബെല്ലത്തിന്റെയും ഇടയിലുള്ള സ്ട്രക്ചറാണ് ടെൻഡോറിയം സെറിബെല്ലെ. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിന്റെ അകത്തായിട്ട് ബേസൽ ഗാംഗ്ലിയ എന്നുള്ളൊരു പാർട്ടുണ്ട്. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിന്റെ ഉള്ളിലായിട്ട് ഇൻസൈഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ദർ ഈസ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയയിൽ നിന്നാണ് സാധാരണയായിട്ട് ഡോപ്പാമിൻ എന്നുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകുന്നത്. അപ്പം ബേസൽ ഗാംഗ്ലിയയുടെ ഉള്ളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പാമിൻ ഉള്ളത്. അപ്പൊ ഈ ഡോപ്പാമിൻ കൂടുമ്പോഴാണ് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ഡോപ്പാമിൻ ഉണ്ടാകുന്നതാണ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പാമിൻ. Then brainstem is again divided into midbrain, pons and medulla. Brainstem is divided into midbrain, pons and medulla. Brainstem divided into midbrain, pons and medulla. ബ്രെയിൻസ്റ്റമിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു: മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല. ഇതിൽ മെഡുല്ലയാണ് നമ്മുടെ റെസ്പിറേറ്ററി കൺട്രോൾ സെന്റർ. പല ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട്. ദ കൺട്രോൾ ഓഫ് റെസ്പിറേറ്ററി സെന്റർ ഈസ് മെഡുല്ല. പല ക്വസ്റ്റ്യനിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. Then the other structure, the other area of brain is diencephalon. ക്വസ്റ്റ്യൻ ധാരാളം വന്നിട്ടുണ്ട്. ഡൈഎൻസെഫലോൺ എന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ ബ്രെയിനിലുള്ള ഭാഗമാണ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ദ സ്ട്രക്ചർ സിറ്റുവേറ്റഡ് ഇൻ ഡൈഎൻസെഫലോൺ ഈസ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. തലാമസും ഹൈപ്പോതലാമസും നമ്മുടെ ഡൈഎൻസെഫലോൺ ഏരിയയിലാണ് ഉള്ളത്. തലാമസ് ഈസ് ദ മെയിൻ റിലേ സെന്റർ ഇൻ അവർ ബോഡി. ക്വസ്റ്റ്യൻ വരാറുണ്ട്, തലാമസ് റിലേ സെന്റർ ഇൻ അവർ ബോഡി. തലാമസ് ആണ് നമ്മുടെ നമ്മുടെ ബ്രെയിനിലുള്ള റിലേ സെന്റർ. എക്സെപ്റ്റ് സ്മെല്ല് ഒഴികെയുള്ള ബാക്കി എല്ലാ സെൻസസിന്റെയും റിലേ സെന്റർ ആണ് തലാമസ്. ഏതാണ് ഒഴികെയുള്ളത്? സ്മെല്ല് ഒഴികെയുള്ള ബാക്കി എല്ലാ സെൻസസിന്റെയും റിലേ സെന്റർ ആണ് തലാമസ്. ഇനി ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ നടത്തുന്ന ആ ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് സെന്റർ ആണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് മെയിൻ ഫംഗ്ഷൻ ഈസ് റിലീസ് ഹോർമോൺ ഫ്രം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹൈപ്പോതലാമസിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും പ്രധാനപ്പെട്ട ഹോർമോൺസിനെയൊക്കെ റിലീസ് ചെയ്യുന്നത്. സോ ഹൈപ്പോതലാമസ് റിലീസ് സെവറൽ ഹോർമോൺസ് ഫ്രം ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദെൻ നമ്മുടെ 4 ലോബ്സുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഈ ലോബ്സുകളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം എക്സാമിന് വരാറുണ്ട്. അതിൽ തന്നെ ഫ്രോണ്ടൽ ലോബ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏറ്റവും വലിയ ലോബാണ് ഫ്രോണ്ടൽ ലോബ്. ഫ്രോണ്ടൽ ലോബ് ഈസ് ദ ബിഗസ്റ്റ് ലോബ്. അപ്പൊ ഫ്രോണ്ടൽ ലോബിലാണ് ബ്രോക്കാസ് ഏരിയ ഉള്ളത്. ബ്രോക്കാസ് ഏരിയ എവിടെയാണുള്ളത്? ഫ്രോണ്ടൽ ലോബിലാണുള്ളത്. ബ്രോക്കാസ് ഏരിയ ആണ് സ്പീച്ച് പ്രൊഡക്ഷൻ നടത്തുന്നതാണ്. സ്പീച്ച് പ്രൊഡക്ഷൻ സെന്റർ ആണ് ബ്രോക്കാസ് ഏരിയ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഫ്രോണ്ടൽ ലോബ്. മറക്കരുത്, സ്പീച്ച് പ്രൊഡക്ഷൻ സെന്റർ ആണ് ബ്രോക്കാസ് ഏരിയ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഫ്രോണ്ടൽ ലോബ്. ആൻഡ് ഫ്രോണ്ടൽ ലോബ് നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, തിങ്കിങ്, കാൽക്കുലേഷൻ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ഏരിയയിലാണ്. സ്പീച്ച് പ്രൊഡക്ഷൻ നടക്കുന്നതാണ് ബ്രോക്കാസ് ഏരിയ, മറക്കരുത്. അതുപോലെ ഓഡിറ്ററി സെന്റർ ആണ് ടെമ്പോറൽ ഏരിയ. ടെമ്പോറൽ ഏരിയ ഈസ് ദ ഓഡിറ്ററി സെന്റർ. ടെമ്പോറൽ ഏരിയ ഈസ് ദ ഓഡിറ്ററി സെന്റർ. ടെമ്പോറൽ ലോബിലാണ് വെർണിക്സ് ഏരിയ ഉള്ളത്. വെർണിക്സ് ഏരിയ എവിടെയാണുള്ളത്? ടെമ്പോറൽ ലോബിലാണുള്ളത്. ടെമ്പോറൽ ലോബാണ് ഓഡിറ്ററി സെന്റർ. അതുപോലെ വെർണിക്സ് ഏരിയ സ്ഥിതി ചെയ്യുന്നതാണ് ടെമ്പോറൽ ലോബിലാണ്. വെർണിക്സ് ഏരിയ ഇസ് ദ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏരിയ. അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏരിയ ഏതാണ്? വെർണിക്സ് ഏരിയ ആണ്. വെർണിക്സ് ഏരിയ ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റൽ ഏരിയ. ഇനി പരൈറ്റൽ ലോബിലാണ് നമ്മുടെ സെൻസേഷൻ.
അതുപോലെ സെൻസേഷൻ, നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം. അപ്പം നമ്മൾ ഒരു സ്ഥലം നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നത് പെറൈറ്റൽ ഏരിയ ആണ്. നമ്മുടെ സെൻസേഷനും ബാലൻസും ഒക്കെ കീപ്പ് ചെയ്യുന്നത് പെറൈറ്റൽ ഏരിയ ആണ്. നമ്മളൊരു സ്റ്റെപ്പ് ഇറങ്ങണം, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഏരിയ ആണ് പെറൈറ്റൽ ഏരിയ ആണ്. അപ്പം ടെമ്പോറൽ ഏരിയ ആണ് നമ്മുടെ ഓഡിറ്ററി സെന്റർ. ടെമ്പോറൽ ഏരിയയിലാണ് ടെമ്പോറൽ ലോബിലാണ് വെർണിക്സ് ഏരിയ ഉള്ളത്. വെർണിക്സ് ഏരിയ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ബ്രോഡ്കാസ്റ്റ് ഏരിയ, ഫ്രോണ്ടൽ ലോബിൽ സ്പീച്ച് പ്രൊഡക്ഷൻ. ഇനി അതുപോലെ തന്നെ ഓഡിറ്ററി സെന്റർ ടെമ്പോറൽ ലോബാണ്. അപ്പം വിഷ്വൽ ഏരിയ ആണ് ഓക്സിപിറ്റൽ ലോബ്. അപ്പൊ ഇത്രയൊക്കെയാണ് ലോബിനെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ. ദെൻ നമ്മുടെ ഹെമിസ്ഫിയേഴ്സ്, നമ്മുടെ ബ്രെയിന് 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ്. ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഹെമിസ്ഫിയേഴ്സ്, ദാറ്റ് ഈസ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ്. സോ ഈ ഹെമിസ്ഫിയേഴ്സിന്റെ നടുക്കുള്ള ഭാഗമാണ് കോർപ്പസ് കലോസം. കോർപ്പസ് കലോസം ഈസ് divided into brain into 2 parts, that is right hemispheres and left hemisphere. So in middle of that portion, that is called corpus callosum. പല ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്, പല PSC ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്, എയിംസ് ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുണ്ട്. The corpus callosum is divided into brain into 2, that is right hemispheres and left hemispheres. കോർപ്പസ് കലോസത്തിൽ ചില ഡിസ്ട്രക്ഷൻ, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതാണ് റേസിംഗ് കാർ സൈൻ. Racing car sign is seen in corpus callosum. In some defective changes may be seen in corpus callosum, that is racing car sign. നമ്മുടെ കോർപ്പസ് കലോസത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോഴുള്ള, എന്തെങ്കിലും ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു പാത്തോളജി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈനാണ് റേസിംഗ് കാർ സൈൻ. മറക്കരുത്, റേസിംഗ് കാർ സൈൻ സീൻ ഇൻ കോർപ്പസ് കലോസം. അപ്പം കോർപ്പസ് കലോസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ റേസിംഗ് കാർ സൈനെ പറ്റി ഓർക്കണം. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റവും കാർഡിയാക് സിസ്റ്റവും അതിന്റെ രണ്ടിന്റെ അനാട്ടമി നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു 2 സിസ്റ്റത്തെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോവുള്ളൂ. ബാക്കിയുള്ള സിസ്റ്റത്തിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് മെഡുല്ല. നമുക്കറിയാം, നമ്മുടെ മെഡുല്ലയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആണ് സ്പൈനൽ കോഡ്. അപ്പം ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഓക്സിപിറ്റൽ ലോബ് നിങ്ങൾക്കറിയാം, സ്പൈനൽ കോഡിന്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്. അപ്പോൾ ഓക്സിപിറ്റൽ ലോബിലുള്ള ഒരു ഹോളാണ് ഫോറമൻ മാഗ്നം. ആ ഫോറമൻ മാഗ്നത്തിന്റെ അവിടുന്ന് താഴെയായിട്ടാണ് സ്പൈനൽ കോഡ് താഴോട്ട് വരുന്നത്. അപ്പോൾ ഫോറമൻ മാഗ്നം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ദാറ്റ് ഈസ് എ ഹോൾ ഇൻ occipital lobe. So spinal cord is starting from the cervical area to the inferior portion of the lumbar area. So spinal cord started from the C1 to the inferior part of the lumbar vertebra. So spinal cord starting from the C1 means cervical vertebrae. Spinal cord starts from the C1 to the inferior portion of the lumbar vertebra. C1 to the inferior portion of the lumbar vertebra. അത് പഠിച്ചു വെക്കണം. C1 to the inferior portion of the lumbar vertebra. അപ്പോൾ ഈ സ്പൈനൽ കോഡ് നമ്മുടെ ഈ പുറത്ത് കാണുന്ന ഈ ഫുൾ പോർഷനും സ്പൈനൽ കോഡ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ സ്പൈനൽ കോഡ് ഒരു മിഡിലിനെ കുറച്ച് താഴെ വന്നിട്ട് അവിടെ ആ പിക്ചറിൽ കാണുന്ന പോലെ അവിടെ വന്നിട്ട് എൻഡ് ചെയ്യുകയാണ്. അതിന്റെ ബാക്കി ഭാഗമാണ് കോണ മെഡുല്ലാരിസ്. അപ്പൊ സ്പൈനൽ കോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് കോണ മെഡുല്ലാരിസ്. നമ്മുടെ ആ കോഡ് പോലെ കാണുന്ന താഴെയുള്ള ഭാഗമാണ് കോഡ ഇക്വൈന. അപ്പൊ സ്പൈനൽ കോഡിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ സ്പൈനൽ കോഡ് കോണ മെഡുല്ലാരിസ് ഉണ്ട്, ഇപ്പൊ കോഡ ഇക്വൈന ഉണ്ട്. കോണ മെഡുല്ലാരിസ്, കോഡ ഇക്വൈന. അപ്പം ഒരു കോഡ് പോലെ 4 ഭാഗത്തേക്ക് ഇങ്ങനെ 2 ഭാഗത്തേക്ക് ഇങ്ങനെ കടക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കോഡ ഇക്വൈന. അപ്പൊ നമ്മൾ കോണ മെഡുല്ലാരിസും ഉണ്ട്, കോഡ ഇക്വൈനയും ഉണ്ട്. കോണ് പോലെ താഴോട്ട് കിടക്കുന്ന പറഞ്ഞാൽ നമുക്ക് പഠിക്കാം, അങ്ങനെ പറയും. കോണ മെഡുല്ലാരിസ്, കോഡ ഇക്വൈനയും ഉണ്ട്. അപ്പൊ സ്പൈനൽ കോഡിൽ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം സ്പൈനൽ കോഡ് നിങ്ങൾക്കറിയാം, സെർവിക്കൽ, തൊറാസിക്, ലംബർ, സാക്രൽ, കോക്സിജിയൽ ഇത്രയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പൈനൽ വെർട്ടിബ്രേ നമ്മുടെ സെർവിക്കൽ, തൊറാസിക്, ലംബർ, സാക്രൽ, കോക്സിജിയൽ ഇത്രയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്പൈനൽ കോഡിനെ. ഒന്നുകൂടെ പറയാം, സെർവിക്കൽ, തൊറാസിക്, ലംബർ, സാക്രൽ, കോക്സിജിയൽ
നിങ്ങൾ പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളിത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ബ്രെയിനിനുള്ള ഏകദേശം ഒരു വെയിറ്റ് ആണ് 1.5 കിലോഗ്രാം. ബ്രെയിനിന്റെ വെയിറ്റ് ആണ് 1.5 കിലോഗ്രാം ഓർ 2% ഓഫ് ബോഡി വെയിറ്റ്. ബ്രെയിനിന്റെ വെയിറ്റ് ആണ്, ദ വെയിറ്റ് ഓഫ് ബ്രെയിൻ ഈസ് 1.5 കിലോഗ്രാം ഓർ 2% ഓഫ് ബോഡി വെയിറ്റ്. അതൊന്ന് പഠിച്ചു വെക്കുക. സ്പൈനൽ കോഡിന്റെ ലെങ്ത് കൂടെ പറയാം. ആവറേജ് 45 സെന്റിമീറ്റർ ആണ്. ദ ലെങ്ത് ഓഫ് സ്പൈനൽ കോഡ് ഈസ് 45 സെന്റിമീറ്റർ ആൻഡ് 1.5 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ. The length of spinal cord is 45 centimeter and 1.5 centimeter in diameter. ഇനി ന്യൂറോൺസ്, നമ്മുടെ ന്യൂറോൺസിനെ പറ്റി നമുക്കറിയാം. ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മില്യൺസ് കണക്കിനുള്ള ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. ഈ ന്യൂറോൺസ് ആണ് നമ്മളെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ന്യൂറോൺസ് ആണ്. മില്യൺസ് കണക്കിനുള്ള ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഗ്ലയൽ സെൽസ്. അപ്പൊ ഗ്ലയൽ സെൽസ് ആണ് ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറോൺസ്, ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് ന്യൂറോൺസ്. ന്യൂറോൺസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ വിച്ച് സെൽ? ഗ്ലയൽ സെൽ. ന്യൂറോൺസ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഗ്ലയൽ സെൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിലുള്ള വിച്ച് ഈസ് ദ ബ്രെയിൻ സെൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരാം. അപ്പം ഓപ്ഷനിൽ ഗ്ലയൽ സെൽ, ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്, ആസ്ട്രോസൈറ്റ്സ്. അപ്പം ഗ്ലയൽ സെൽസിന് തന്നെ ഉള്ളതാണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്, ആസ്ട്രോസൈറ്റ്സ്, ഇതൊക്കെ. അപ്പം ഗ്ലയൽ സെൽസിനെ പറ്റി പഠിച്ചു വെക്കുക. അപ്പം ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പം സിനാപ്സ് എന്ന് പറയുമ്പം 2 ന്യൂറോൺസ് തമ്മിലുള്ള ഇടയിലുള്ള ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷന്റെ പേരാണ് സിനാപ്സ്. ദി ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ് ഈസ് കോൾഡ് സിനാപ്സ്. ദി ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ് ഈസ് കോൾഡ് സിനാപ്സ്. Then structural part of neurons is nucleus. Structural part of neurons is nucleus. The junction between 2 neurons is called synapse and neurons is protected by glial cells and അപ്പൊ അത് പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി CSF പറ്റി പഠിക്കാം. നിങ്ങൾക്ക് എല്ലാം അറിയാം. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ദ colorless fluid. It is protected as a cushion in our brain and spinal cord. Cerebrospinal fluid is protected our brain and spinal cord like a cushion. ഒരു കളർലെസ് ഫ്ലൂയിഡ് ആണ് നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒരു കുഷ്യൻ പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇനി നോർമൽ വോളിയം ഓഫ് സ്പൈനൽ കോഡ് ഈസ് 125 to 150 ml. നോർമൽ വോളിയം ഓഫ് ഓഫ് cerebrospinal fluid is 125 to 150 ml. അത് മറക്കരുത്. Then rate of flow is 600 to 700 ml per day. Rate of flow of CSF is 600 ml to 700 ml per day. ഇതൊക്കെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. The rate of flow of cerebrospinal fluid is 600 ml to 700 ml per day. But normal volume 125 to 150 ml. Normal volume 125 to 150 ml. Total protein 15 to 45 milligram per 100 ml. Total protein 15 to 45 milligram per 100 ml. Total protein 15 to 45 milligram per 100 ml. Then glucose 50 to 80 milligram per 100 ml. Glucose 50 to 80 milligram per 100 ml. Glucose 50 to 80 milligram per 100 ml. Then RBC നില്ലാണ്. RBC ഉണ്ടാവില്ല. റെഡ് ബ്ലഡ് സെൽസ് CSF ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ കാരണമായിരിക്കും. RBS നോർമലി ഉണ്ടാകില്ല. WBC 0 to 8 cells. WBC 0 to 8 cells. Then in bacterial meningitis color will be turbid. In bacterial meningitis the CSF color will be turbid. In bacterial meningitis CSF color will be turbid. And protein more than 200 ml. Protein in case of bacterial meningitis will be more than 200 ml. Protein in case of bacterial meningitis will be more than 200 ml. Then viral meningitis color will be clear. In viral meningitis, bacterial meningitis turbid color ആണ്. viral meningitis എന്താണ്? Clear ആണ്. viral meningitis എന്താണ്? Clear ആണ്. Then
viral meningitis protein less than 200 ml, 200 dl. viral meningitis CSF പ്രോട്ടീൻ ലെസ് ദാൻ 200 ഡെസിലിറ്റർ ആണ്. അപ്പൊ ലെസ് ദാൻ 200 ഡെസിലിറ്റർ ആണ് വൈറൽ മെനിഞ്ചൈറ്റിസിൽ. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ മോർ ദാൻ 200 ഡെസിലിറ്റർ ആണ്. വൈറൽ മെനിഞ്ചൈറ്റിസിൽ കളർ ക്ലിയർ ആണ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ടർബിഡ് ആണ്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. Then CSF is produced from choroid plexus. CSF is produced from choroid plexus. CSF is produced from choroid plexus. Cerebrum is the largest part. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. മാസ്റ്റർ ഗ്ലാൻഡ് നിങ്ങൾക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മറ്റൊരു പേരാണ് ഹൈപ്പോഫൈസിസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അതർ നെയിം ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ഹൈപ്പോഫൈസിസ്. ദ സൈസ് ഓഫ് എ പി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സൈസ് ഇസ് ലൈക്ക് എ പി ആൻഡ് 0.5 grams. 0.5 grams. Hypothalamus is the temperature regulator center. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. CSF is produced from choroid plexus. CSF produced from choroid plexus പഠിച്ചതാണ്. പിന്നെ CSF ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്നും. CSFന്റെ ഫ്ലോ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. CSFന്റെ ഫ്ലോ ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. CSF ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്ന്. നമുക്ക് ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ട്, തേർഡ് വെൻട്രിക്കിൾ ഉണ്ട്, ഫോർത്ത് വെൻട്രിക്കിൾ ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തൂടെ ഒക്കെയാണ് നമ്മുടെ CSF ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. CSF ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്നും ഫോറമൻ ഓഫ് മോൺട്രോ വഴി, ഫോറമൻ ഓഫ് മോൺട്രോ, അതുപോലെ ഫോറമൻ ഓഫ് ലഷ്ക, ഫോറമൻ ഓഫ് മജൻഡ, ഈ 3 ഫോറമനും പഠിച്ചിരിക്കണം. അപ്പൊ ഫോറമൻ ഓഫ് മോൺട്രോ, ഫോറമൻ ഓഫ് ലഷ്ക, ഫോറമൻ ഓഫ് മജൻഡ. അപ്പം ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്നും CSF സെർബോസ്പൈനൽ ഫ്ലൂയിഡ് ഫോറമൻ ഓഫ് മോൺട്രോ വഴി തേർഡ് വെൻട്രിക്കിളിൽ എത്തുന്നു. അപ്പം വെരി സിറ്റുവേറ്റഡ് ഇൻ ഫോറമൻ ഓഫ് മോൺട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദ ലാറ്ററൽ ആൻഡ് തേർഡ് വെൻട്രിക്കിൾ. ഇൻ ബിറ്റ്വീൻ ദ ലാറ്ററൽ ആൻഡ് തേർഡ് വെൻട്രിക്കിൾ ദർ വിൽ ബി ഫോറമൻ ഓഫ് മോൺട്രോ. അപ്പൊ നമ്മൾ ഈ ഒരു CSF പോകുന്ന ഒരു വഴിയാണ് പഠിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്നും CSF ഫോറമൻ ഓഫ് മോൺട്രോ വഴി തേർഡ് വെൻട്രിക്കിളിൽ എത്തുന്നു. എവിടെ എത്തുന്നു? തേർഡ് വെൻട്രിക്കിളിൽ എത്തുന്നു. ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്ന് ഫോറമൻ ഓഫ് മോൺട്രോ വഴി തേർഡ് വെൻട്രിക്കിളിൽ എത്തുന്നു. തേർഡ് വെൻട്രിക്കിളിൽ നിന്നും അക്വിഡക്ട് ഓഫ് സിൽവിയസ് വഴി, അക്വിഡക്ട് ഓഫ് സിൽവിയസ് വഴി ഫോർത്ത് വെൻട്രിക്കിളിൽ എത്തുന്നു. തേർഡ് വെൻട്രിക്കിളിൽ നിന്നും അക്വിഡക്ട് ഓഫ് സിൽവിയസ് വഴി ഫോർത്ത് വെൻട്രിക്കിളിൽ എത്തുന്നു. അപ്പൊ ഫോറമൻ ഓഫ് മോൺട്രോയും അക്വിഡക്ട് ഓഫ് സിൽവിയസും അറിഞ്ഞിരിക്കണം. ദ ഫോറമൻ ഓഫ് മോൺട്രോ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലാറ്ററൽ ആൻഡ് തേർഡ് വെൻട്രിക്കിൾ, അക്വിഡക്ട് ഓഫ് സിൽവിയസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ തേർഡ് വെൻട്രിക്കിൾ ആൻഡ് ഫോർത്ത് വെൻട്രിക്കിൾ. അപ്പൊ ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന് കുറച്ച് നമ്മൾ ബോഡിയിലേക്ക് അബ്സോർപ്ഷൻ ചെയ്യുന്നു, കുറച്ച് അബ്സോർപ്ഷൻ ചെയ്യുന്നു ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന്. ദെൻ ബാക്കിയുള്ളത് ഫോറമൻ ഓഫ് ലഷ്ക ആൻഡ് ഫോറമൻ ഓഫ് മജൻഡ വഴി സബരക്കനോഡ് സ്പേസിലേക്ക് എത്തുന്നു. അപ്പം CSF ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്നും ഫോറമൻ ഓഫ് ലഷ്ക ഓർ ഫോറമൻ ഓഫ് മജൻഡ വഴി സബരക്കനോഡ് സ്പേസിൽ എത്തുന്നു. സബരക്കനോഡ് സ്പേസിലാണ് നമ്മുടെ CSFന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. CSF അബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സബരക്കനോയിഡ് സ്പേസ്. അപ്പൊ ഫോറമൻ ഓഫ് ലഷ്ക ഓർ ഫോറമൻ ഓഫ് മജൻഡ വഴിയാണ് സബരക്കനോയിഡ് സ്പേസിൽ എത്തുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. ലാറ്ററൽ വെൻട്രിക്കിളിൽ നിന്നും CSF ഫോറമൻ ഓഫ് മോൺട്രോ വഴി തേർഡ് വെൻട്രിക്കിളിൽ എത്തുന്നു. തേർഡ് വെൻട്രിക്കിളിൽ നിന്നും അക്വിഡക്ട് ഓഫ് സിൽവിയസ് വഴി ഫോർത്ത് വെൻട്രിക്കിളിൽ എത്തുന്നു. ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന് കുറച്ച് CSF അബ്സോർബ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഫോറമൻ ഓഫ് ലഷ്ക ഓർ ഫോറമൻ ഓഫ് മജൻഡ വഴി സബരക്കനോഡ് സ്പേസിലേക്ക് എത്തുന്നു. അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒക്കെയാണ് പറഞ്ഞു പോയത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ വായിക്കാം. സബ്ഡ്യൂറൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. നെർവസ് സിസ്റ്റത്തിന്റെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതില് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, മറ്റൊരു പേരാണ് വോളണ്ടറി നെർവസ് സിസ്റ്റം. അതുപോലെ തന്നെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റം. അപ്പം ഓട്ടോണമിക് നെർവസ് സിസ്റ്റം നമ്മൾ അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു. പാരാസിമ്പതറ്റിക് ആൻഡ് സിമ്പതറ്റിക്. പിന്നെ നമ്മൾ സബ്ഡ്യൂറൽ സ്പേസിനെ പറ്റി പഠിച്ചു. പാഡ് എന്നുള്ള ഒരു കോഡ് ഉപയോഗിച്ച് പഠിച്ചു. അപ്പൊ ഡ്യൂരാ മാറ്റർ ആണ് ഏറ്റവും പുറത്തുള്ളത്, അരക്നോയിഡ് മാറ്റർ മിഡിലുള്ളത്, പയ മാറ്റർ ആണ് ഉള്ളിലുള്ളത്. അപ്പൊ അരക്നോയിഡ് മാറ്ററിന്റെ മറ്റൊരു അപ്പിയറൻസ് ആണ് സ്പൈഡർ വെബ് അപ്പിയറൻസ്.
അരക്നോയിഡ് മാറ്റർ ആണ് സ്പൈഡർ വെബ് അപ്പിയറൻസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ സബ് അരക്നോയിഡ് സ്പേസ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ പയാ മാറ്റർ ആൻഡ് അരക്നോയിഡ് മാറ്റർ. അപ്പോൾ ഉള്ളിലുള്ള രണ്ട് മാറ്ററിന് ഇടയിലുള്ള സ്പേസ് ആണ് സബ് അരക്നോയിഡ് സ്പേസ് ബിറ്റ്വീൻ ദ അരക്നോയിഡ് ആൻഡ് പയാ മാറ്റർ. അപ്പോൾ സബ് അരക്നോയിഡ് സ്പേസിലാണ് എന്ത് നടക്കുന്നത്, CSFന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ദെൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ അരക്നോയിഡ് ആൻഡ് ഡ്യൂര മാറ്റർ ഈസ് കാൾഡ് സബ്ഡ്യൂറൽ സ്പേസ്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്, പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള സെറിബ്രലം ബ്രെയിനിന്റെ മെയിൻ ആയിട്ടുള്ള ബിഗസ്റ്റ് പാർട്ടാണ് സെറിബ്രം. അപ്പൊ സെറിബ്രം ആണ് നമ്മുടെ കോൺഷ്യസ് ആക്ടിവിറ്റീനെ എല്ലാം ചെയ്യുന്നത്. സെറിബ്രൽ കോർട്ടക്സ് ആണ് സെറിബ്രത്തെ സഹായിക്കുന്നത്. പിന്നെ നമ്മൾ സെറിബെല്ലത്തിന്റെ ഫങ്ഷൻസ് പഠിച്ചു. മൂവ്മെന്റ്, ബാലൻസ്, മെയിൻറ്റെയിൻ, ഇക്വിലിബ്രിയം ഒക്കെ ചെയ്യുന്നത് സെറിബെല്ലമാണ്. അപ്പൊ ഇങ്ങനെ ജനറൽ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി. ഇത്രയും ലെങ്തി നമ്മൾ ചില തിയറി ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് മാറും. അപ്പൊ ഇതിൽ നിന്നുള്ള നിങ്ങൾക്ക് എന്തായാലും നെർവസ് സിസ്റ്റത്തിന്റെ അനാട്ടമി നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇനിയും പലതും വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം അതിനെപ്പറ്റിയും കൂടുതൽ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെർവസ് സിസ്റ്റവും CVS സെൻട്രൽ നമ്മുടെ ഹാർട്ടിന്റെ സിസ്റ്റത്തെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രെയിൻ സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി, നെഫ്രോളജി സിസ്റ്റം പഠിക്കുമ്പോൾ ഈ 3 സിസ്റ്റവും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ ഇനിയും നെർവസ് സിസ്റ്റത്തിന്റെ നമുക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് വരച്ച് നമുക്ക് ഡെയിലി പഠിക്കുമ്പോൾ നമ്മൾ എക്സാം ആകുമ്പോഴേക്കും നമുക്കൊരു അങ്ങനെ പോയാൽ തന്നെ ഒരു 800 ക്വസ്റ്റ്യൻ വരികയും ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ റിലേറ്റഡ് പോയിന്റിലൂടെ പറയുമ്പോൾ ഒരു 2500 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാര്യം ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പം നിങ്ങൾ ഓരോ സമയം കളയാതെ വളരെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.